സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഉയരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. 2020 12,659 ആയിരുന്ന കേസുകളുടെ എണ്ണം 3 വർഷം കൊണ്ട് 18,980 ഉയർന്നു. ബലാത്സംഗ കേസുകളും കുടുംബങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളും വർദ്ധിച്ചു. സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഓരോ വർഷം കഴിയുന്തോറും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം ഉയരുകയാണ്. ബലാത്സംഗ കേസുകളുടെ എണ്ണം 2020 1880 ആയിരുന്നത് 23 എത്തുമ്പോൾ 2562 അക്രമങ്ങൾ 2020 3890 ആയിരുന്നത് 23 4816 ഉയർന്നു. ഭർത്താവിൽ നിന്നോ മറ്റ് അടുത്ത ബന്ധുക്കളിൽ നിന്നോ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ 2020 2707 ആയിരുന്നു. 23 4710 സ്ത്രീകൾക്കെതിരായ മറ്റു കുറ്റകൃത്യങ്ങൾ എന്ന വിഭാഗത്തിൽ 2020 3583 ആയിരുന്നു കേസുകൾ. 23 6014 ഉയർന്നു. സ്ത്രീധന മരണങ്ങൾ 2020 6 2023 8 രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആകെ കേസുകളുടെ എണ്ണത്തിലും കുറവില്ല. 2020 12659 2021 16199 2022 18943 2023 18980 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 2024 സെപ്റ്റംബർ വരെയുള്ള കണക്കുകളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം 2024 സെപ്റ്റംബർ വരെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ 14,053 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഈ കണക്കുകളെല്ലാം പരാതിയായി പോലീസ് സ്റ്റേഷനിലെത്തി FIR രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമുള്ളവയാണ്. ഇപ്പോഴും പരാതിപ്പെടാത്ത ആരും അറിയാത്ത എത്രയോ കേസുകൾ ഉണ്ടാകാം. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ഇത് ശരിക്കും ഞെട്ടിക്കുന്ന കണക്കുകളാണ്. നമ്മൾ നേരത്തെ കീർത്തന പറയുമായിരുന്നു സാക്ഷര കേരളം. സാക്ഷരത അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, ഒരുപാട് അംഗീകാരങ്ങൾ, അത് പദവികൾ, അതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നിൻ്റെ മാനദണ്ഡമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് കൂടി വരുന്നു എന്നുള്ള ആ കണക്കുകൾ. എനിക്ക് തോന്നുന്നു അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു പക്ഷേ ഇതേപ്പറ്റി അവബോധമുള്ളത് കൊണ്ട് കൂടുതൽ പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതാകാം. അതൊരു കാരണം. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം തന്നെ വർദ്ധിച്ചതാകാം. അപ്പം ഇതിലേതാണ്? അത് ശരിയാണ് പറഞ്ഞ. മുൻപൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറെ പേര് മിണ്ടില്ല, ചിലര് അമ്മമാരൊക്കെ തന്നെ പറയും. പതിവാണ് ആക്രമണം എന്ന് പറയുന്നത്. ഞാൻ ഏറ്റുവാങ്ങേണ്ട ഒന്നാണ് എന്നുള്ള ഒരു ബോധമായിരുന്നല്ലോ പണ്ടത്തെ സഹിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കൂടുതൽ പേര് ഇങ്ങനെ പരാതിയുമായി രംഗത്ത് വരുന്നു. അതിനുള്ള ധൈര്യം ഉണ്ടാകുന്നു, ആർജവം ഉണ്ടാകുന്നു, നല്ല കാര്യമാണ്. പക്ഷെ ഇങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിനനുസരിച്ചുള്ള നിയമ നടപടികളുണ്ട്, വകുപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ചുകൂടെ അലേർട്ട് ആകേണ്ടിയിരിക്കുന്നു. ഈ കണക്കുകളൊക്കെ അത് തന്നെയാണ്, അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും